ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം. എന്താ ഡാൻസിന്റെ ജുംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം, പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാരം അത് നല്ല എക്സസൈസ് ആണല്ലോ. നല്ല നിലക്ക് ആ പരിപാടി നടത്താലും അതിന് പാട്ടിന്റെ സൗകര്യം, സൗണ്ട് സിസ്റ്റം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം വെച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ഹരത്തിലായിരിക്കും. അധ്യാപകരും തയ്യാറാവണം. ഫലത്തിൽ ഇതിന് അധ്യാപകര് കുറച്ച് മടിയുള്ളവരാണ്. കാരണം അവരും എക്സസൈസ് എടുക്കണല്ലോ ഇതിന്റെ കൂട്ടത്തിൽ, അതിന് കുറച്ചൊരു മടി കാണിക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? അടുത്ത അധ്യയന വർഷം മുതൽ സുംബ ഡാൻസ് സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ എങ്ങനെ എന്ന മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുംബയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ന്യൂസ് 3യിൽ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് സുംബ ഇൻസ്ട്രക്ടറായ റോമ വാസ്വാനിയാണ്. സ്വാഗതം റോമ ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ സുംബയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ ഡാൻസിന് ആദ്യം ഒന്ന് ചിരി പടർത്തിയിരുന്നു സദസ്സിൽ. കൃത്യമായല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞെങ്കിലും അതിന് വലിയ ഗുണങ്ങളുണ്ട്. കുട്ടികളിൽ സ്ട്രെസ് കുറയ്ക്കാൻ, പ്രത്യേകിച്ച് ലഹരി ഉപയോഗമൊക്കെ കുട്ടികളുടെ ഇടയിൽ കൂടിയ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കൂടുതൽ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സുംബ ഡാൻസിനെ കുറിച്ച് പറഞ്ഞത്. മുഖ്യമന്ത്രി നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന വേദിയിലാണ് പറഞ്ഞത്. ഇനി അടുത്ത അക്കാദമിക് ഇയറിൽ നമുക്കത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെങ്കിൽ സ്കൂളുകൾ നടപ്പിലാക്കണമെന്ന്. എങ്ങനെയാണ് അതിനെ കാണുന്നത് താങ്കൾ? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു 8 വർഷത്തോളായി ഞാൻ ഈ സുംബ ഫീൽഡില് ട്രെയിനറായി നിൽക്കുന്നു. അപ്പൊ ഇങ്ങനൊരു വാർത്ത ഒരുപാട് മുന്നേ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയാ, ഏത് തരം വ്യായാമത്തിനോട് എന്താ പറയാ, ഒരു സുംബ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ വന്നപ്പോ വളരെ സന്തോഷം തോന്നി. ഈ പറഞ്ഞ പോലെ സ്കൂളുകളിലാണെങ്കിലും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഇവിടെ തൃശ്ശൂരില് സ്കൂളിൽ സുംബ ഒരു പീരിയഡ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്കൂളിൽ തീർച്ചയായിട്ടും സുംബ വരണം. സ്കൂളിൽ മാത്രമല്ല, ഈവൻ ജിമ്മുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു വർക്കൗട്ട് കൊണ്ടുവരുന്നത് വളരെ ഗുണകരമായിരിക്കും. ഈ വർക്കൗട്ടിന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് ജിമ്മിൽ പോകുന്നതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. കൂടുതൽ ഭാരം എടുത്തുയർത്തിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്രൗണ്ട് വർക്കൗട്ട് ഉണ്ടെങ്കിൽ പോലും കൂടുതലും ആളുകൾ ഫിസിക്കൊന്ന് ഫിറ്റ് ആക്കാനായിട്ടൊക്കെ ജിമ്മിലേക്കാണ് പോകുക. പക്ഷെ സുംബ എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളാണ് പോയി കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സുംബയിലേക്ക് താല്പര്യം കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? സുംബയെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ? തീർച്ചയായിട്ടും. സുംബ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു കൊളംബിയൻ ഡാൻസ് ആണ്. അതായത് ഒരു 1990s സുംബയുടെ ഉത്ഭവം തന്നെ വരുന്നത്. വളരെ പ്രശസ്തിയായ ആൽബർട്ടോ പേഴ്സ് എന്ന് പറയുന്ന കൊളംബിയൻ ഡാൻസർ ആണ് സുംബ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ ഇപ്പോഴത്തെ ഒരു ഇതില് എന്താ പറയാ, ഒരു അറൌണ്ട് 180 രാജ്യങ്ങളിൽ, ഇഷ്ടം പോലെ 180 രാജ്യങ്ങളിൽ 1550 ട്രെയിനേഴ്സ് ഉണ്ട്. അത്ര അധികം ട്രെയിനേഴ്സ് ആണ് ഇപ്പോ ഓൾ ഓവർ ദ വേൾഡ് ഉള്ളത്. കേൾക്കാം. ഞാൻ ചോദിച്ചത് സ്ത്രീകൾ കൂടുതൽ വരുന്നത്. നമ്മൾ എപ്പോഴും ഈ ജിമ്മിലെ വർക്കൗട്ടും സുംബയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്. ജിം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. പക്ഷെ സുംബ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സുംബയിൽ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് നമ്മള് ഫുൾ ഡാൻസ് ചെയ്യാണ്, നമ്മള് വർത്താനം പറഞ്ഞ് ചെയ്യാം. ജിമ്മിൽ പോകുമ്പോൾ ജിമ്മില് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. എല്ലാതരം ലൈക് സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു വർക്കൗട്ടിലേക്ക് ഫോക്കസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സുംബ എന്ന് പറഞ്ഞ വ്യായാമം നമ്മള് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു വ്യായാമമാണ് സുംബ. സോ അതുകൊണ്ട് തന്നെ കൂടുതലും സ്ത്രീകളാണ് ഇതിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്.
ഉം ഹും. ഈ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒരു പീരീഡ് സുംബയായിട്ട് എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിലുള്ള ഒരു ഹാപ്പിനെസ്സും താങ്കളിൽ അത് പറഞ്ഞപ്പോ കണ്ടു. എങ്ങനെയായിരുന്നു കുഞ്ഞുങ്ങളുടെ ഒരു റെസ്പോൺസ് സ്കൂളിൽ? ആ ഒരു പീരീഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാൻ പഠിപ്പിച്ചു തന്നെ ഹരിശ്രീ എന്ന് പറഞ്ഞ ICSE സ്കൂളിലാണ്. സോ ICSE എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു വർക്ക് ലോഡ് ആണല്ലോ കുട്ടികൾക്ക്. അപ്പൊ അതിനൊക്കെ മാറി ഒരു 40 മിനിറ്റ് അവർ സുംബയ്ക്ക് വരുമ്പോ ആ ഒരു കളിത്തമാശയും അവർക്ക് അത്രയും അവർ ഫിസിക്കലിയും മെന്റലിയും അവർ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് മെന്റലി ഹാപ്പി ആവുമ്പോ തന്നെ ഈ പറയുന്ന ഒരു എൻഡോഫിൻസ് എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ മൊത്തം മൈൻഡ് സെറ്റിനെ അത്രയും ഒരു എനർജറ്റിക്കും റിഫ്രഷ്ഡ് ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സുംബ. സോ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നവരായിരുന്നു. അപ്പം ഈ സ്പെഷ്യൽ ചിൽഡ്രൻ അവർക്കും ഈ സുംബ താങ്കൾ ഒരു മരുന്ന് പോലെ നൽകിയിരുന്നു എന്ന് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമോ? അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നമുക്ക് സുംബ ആക്ച്വലി ഭയങ്കര ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് തന്നെ ഒരു കൊറിയോഗ്രഫി ചെയ്ത് വരുന്ന പാട്ടുകളാണ് നമ്മൾ സുംബയ്ക്ക് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ കുട്ടികൾക്ക് സ്പെഷ്യൽ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. അവർ ലിറ്ററലി ഹാപ്പിയാണ്. കാരണം അവർക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ താളത്തിനൊത്ത് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. നോർമലി ഒരു ഡാൻസോ അല്ലെങ്കിൽ അത് പറയുമ്പോൾ നമുക്ക് അവരെ പഠിപ്പിച്ചെടുത്താലേ അവർ ചെയ്യുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ ഒരു 2 തവണ കാണിച്ചാൽ തന്നെ അവരെ അത്രയും ഭംഗിയായിട്ടും എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ ജിമ്മിൽ പോകുന്നതിനെയും ഇതിനെയും താരതമ്യം ചെയ്തിരുന്നു നേരത്തെ. അപ്പൊ രണ്ടിനും രണ്ടിൻ്റെതായുള്ള ഗുണങ്ങളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. എങ്കിൽ പോലും ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഡയറ്റ് നോക്കേണ്ടതുണ്ട്, ഈ പറഞ്ഞ പോലെ കുറച്ച് കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കേണ്ടതുണ്ട്. ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ജിമ്മിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുമെങ്കിലും അതിനപ്പുറത്തേക്ക് സംസാരിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് അതിനൊക്കെ ഒരു പരിധി വരെ നമ്മുടെ മാസ്റ്റേഴ്സ് തടയാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സുംബ ആകുമ്പോൾ നമുക്ക് ചിരിച്ച് നമ്മുടെ ഒപ്പമുള്ള, പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ ഒരു സ്ട്രെസ് അല്ലെ, വീട്ടിലൊക്കെ ജോലിക്കൊന്നും പോകാത്ത ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരുന്ന് അവരുടെ വീട്ടുപണി മാത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സുള്ള ആളുകൾ അവരുടെ ഒരു സ്ട്രെസ് റിലീഫായിട്ടും സുംബയെ കാണുന്നുണ്ട്. സുംബ കുറച്ചുകൂടിയൊക്കെ ഇപ്പം ജനകീയമാകുന്നുണ്ട് അല്ലെ. കുറേ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ആണെങ്കിൽ സുംബ സെന്റേഴ്സ് ഉണ്ട്. അതിനെങ്ങനെയാ കാണുന്നത്? ഒരുപാട് സ്ഥലത്തുണ്ട്. കൊച്ചി എന്നല്ല, ഓൾ ഓവർ കേരളത്തിൽ തന്നെ എന്താ പറയുക, ഐ തിങ്ക് തൗസൻഡ്സ് ഓഫ് സുംബ സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാം അത്രയും വർക്കിംഗ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ലൈസൻസ് എടുത്തോണ്ട് മാത്രം നമുക്ക് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നമുക്കൊരു അത്രയും എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ എന്റെ ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയാ വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഞാൻ വന്നത്. സോ ഞാനത് പഠിച്ചെടുത്തു. സുംബ എന്താന്ന് മനസ്സിലാക്കി. സുംബ എന്ന് പറയുന്നത് ഒരു വേവ് ലെങ്ത് ആണത്. ഒരു ഹൈ ഇന്റൻസിറ്റി ലോ ഇന്റൻസിറ്റി ലെവൽസിൽ കൊണ്ടുപോയി അത് അത്രയും മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യായാമമാണ് സുംബ. ബിക്കോസ് അത് ഫുള്ളും നമ്മുടെ കാലിലേക്കാണ് നമ്മുടെ ഫുൾ ആ ഒരു ലോഡ് വരുന്നത്. സോ അത് ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു ഏജ് അനുസരിച്ചും അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ഈ വരുന്ന ക്ലയൻസിനാണെങ്കിലും ഒരുപാട് ഇന്റേണൽ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുള്ളതാണ്. സോ കറക്റ്റ് നമുക്ക് അവരുടെ ഒരു ക്ലയന്റിന്റെ എന്താ പറയുക നീഡ് എന്താണ്, ക്ലയന്റിന്റെ ആ ഒരു ആരോഗ്യസ്ഥിതിയെ മനസ്സിലാക്കിയിട്ട് ആ ഒരു വേവ് ലെങ്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ സുംബയെ കുറിച്ചുള്ള സംശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും അവർ ചോദിക്കുന്നത് ഡാൻസ് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ താളബോധമുള്ളവർക്ക് മാത്രമേ ഈ സുംബ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അവരോട് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഇല്ല. കാരണം സുംബ എന്ന് പറയുന്നത് ഒരു 3-4 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഒരാൾക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഏക വ്യായാമം തന്നെയാണ് സുംബ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ അത്രയധികം ക്ലാസ്സുകളാണെങ്കിലും വേദികളാണെങ്കിലും ഒരുപാട് അങ്ങനെ ചെയ്തൊരു വ്യക്തി ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണത്. അപ്പം ഈ ഡയറ്റ് എന്തെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്? സുംബ ഇപ്പൊ ഡാൻസിന് വരുന്നതിന് മുൻപ്, സുംബ ക്ലാസ്സിന് വരുന്നതിന് മുൻപ് നമ്മൾ വ്യായാമം ജിമ്മിൽ വർക്കൗട്ടിന് പോകുന്നതിന് അരമണിക്കൂർ മുമ്പേ ഫുഡ് കഴിക്കാവുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ സുംബയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കാറുള്ളത്? അല്ല, എന്ത് വ്യായാമം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ വരുന്നത് ഒരു എംപ്റ്റി സ്റ്റമക്കിലായിരിക്കണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 80% ഡയറ്റും 20% വർക്ക്ഔട്ട് എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. കാരണം നമ്മൾ എത്ര വ്യായാമം ചെയ്താലും ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്താലും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ണം കുറയ്ക്കണം എന്നൊരു രീതിയിൽ വരുന്നുണ്ടെങ്കിൽ
ഡയറ്റ് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ സുംബോണ്ട് നിങ്ങൾ തടി കൂടില്ലെങ്കിലും കുറയില്ല. ഡയറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിചാരിച്ച ഒരു ഗോളിക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് താങ്കൾ പറഞ്ഞതൊന്ന് ക്ലാരിറ്റി വരുത്തുവാണെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുകയും പ്ലസ് സുംബയും കൂടി ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ ഈ ഇൻസ്ട്രക്ടർ തന്നെ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ടോ, ഡയറ്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? അങ്ങനെ ഈ സുംബ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സുംബ ജോയിൻ ചെയ്യുന്നവർ കൂടുതലുണ്ടോ അങ്ങനെ? അല്ല, ഉണ്ട്. തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പക്ഷെ ഡയറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ ആണ് ഡയറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് കൊടുക്കാൻ പറ്റാണ്ടല്ല, ബട്ട് നമ്മൾ അത്രയും അതിനൊരു സർട്ടിഫിക്കേഷൻ വേണം. നമ്മളൊരു ഡയറ്റ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഹെൽത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഡയറ്റ് കൊടുക്കുക. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? ഈ എപ്പോഴും നമ്മൾ എന്ത് പഠിപ്പിക്കുന്നവരെ നമ്മൾ അധ്യാപകരെന്നാണല്ലോ പറയുന്നത്. അധ്യാപിക എന്ന നിലയിൽ ഇത് പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായി, ഇത്ര കാലം കൊണ്ട് എനിക്ക് സുംബ കളിച്ചൊരു ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ടോ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രചോദനം എന്ന രീതിയിൽ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ എന്ത് വർക്കൗട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസും ഉണ്ട്, ടൈം പാസിന് വരുന്ന ക്ലയൻസും ഉണ്ട്. അപ്പൊ സന്തോഷമാണ്. കാരണം നമ്മളൊരു വർക്കൗട്ട് ചെയ്ത് തടി കുറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ഇത് വരാറുണ്ട്. കാരണം ഇവൻ ഡയറ്റ് ഇല്ലാതെ തന്നെ തടി കുറയ്ക്കുന്നത്, കാരണം സ്വയം ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പൊ സുംബയ്ക്ക് വന്ന് കുറയ്ക്കുന്നവരുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഒരു സന്തോഷമാണ്. ആക്ച്വലി ഇവർ സന്തോഷിക്കാനാണ് മെയിൻ വരുന്നത്. ആ സന്തോഷത്തിൽ കൂടെ ഈ ഒരു എന്താ പറയുക, വെയിറ്റ് ലോസ് എന്നൊരു കോൺസെപ്റ്റും കൂടെ വിജയിക്കുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. നേരത്തെ ഞാൻ ചോദിച്ചു, സ്ത്രീകളാണ് കൂടുതലും നമ്മൾ സുംബയിൽ കാണാറുള്ളത്. ഒപ്പം പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണ് സുംബയിലേക്ക് വരുന്നതെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഒറ്റപ്പെടലിനൊക്കെ രാവിലെ ഭർത്താവും മക്കളും ഒക്കെ പോയി കഴിയുമ്പോൾ ഒരു വലിയ ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകും. സമയം ഒക്കെ എങ്ങനെ പോക്കണമെന്ന് അറിയാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഒരു സൗഹൃദ വലയം കൂടി അങ്ങനെയുണ്ടോ? താങ്കളുടെ ക്ലാസ്സിലും അങ്ങനെ ഒരുപാട് പേരുണ്ടോ? ഒരുപാടുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ഒക്കെ എന്ന് പറയുമ്പോൾ കൂടുതലും സുംബ ചെയ്യുവാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒരു ട്രിപ്സ് വെക്കും, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദേഴ്സ് വെക്കും. അതൊക്കെ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ആണ്. സ്ഥിരം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ഒരു മാസത്തിൽ ഒരിക്കൽ അവർക്കുള്ള ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെയുള്ളൊരു ഡൗട്ടാണ് റോമ, നമ്മുടെ ജിമ്മിൽ നമ്മൾ ഓരോ ബോഡി പാർട്ടിനും വർക്കൗട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഇന്ന് ലെഗ് ഡേ ആണെന്ന് പറയും, ചെസ്റ്റ് ഡേ ആണെന്ന് പറയും. അപ്പം അങ്ങനെ സുംബയിൽ നമ്മൾ കാണുന്നത് ഒരു ഹോൾ ബോഡി വർക്കൗട്ടാണ്. അതിനെക്കുറിച്ച് പറയാമോ? അതിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവുമല്ലോ. അതെ, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സുംബ സർട്ടിഫിക്കേഷനുള്ള ഇൻസ്ട്രക്ടേഴ്സിന് നമുക്ക് വരുന്ന കൊറിയോഗ്രഫി ഉണ്ട്. ആ കൊറിയോഗ്രഫിയാണ് നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്നത്. അപ്പൊ ഓരോ പാർട്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. ചിലത് നമുക്ക് കൈയിനായിരിക്കും, ചിലത് ഹോൾ ബോഡി ടോണിങ് ആയിരിക്കും, ചിലത് ആബ്സിനായിരിക്കും. സോ ആ ഒരു 8 to 10 സോങ്സ് നമ്മൾ കൊടുക്കുന്നത് ഓരോ ബോഡി പാർട്സിനനുസരിച്ചാണ് ആ ഒരു പാട്ടുകൾ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ആ ഒരു ലോ ഇന്റൻസിറ്റിന്ന് ഹൈ പിന്നെ ലോ അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഒരു ടോട്ടൽ ബോഡി വർക്കൗട്ട് തന്നെയാണ്. ഓക്കെ, എല്ലായിടത്തും വ്യാജന്മാരുണ്ടെന്ന് പറയുന്നത് പോലെ സുംബ ക്ലാസ്സുകൾ കൂണു പോലെ മുളച്ചു പോകുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതും വലിയ ആശങ്കയല്ലേ? അല്ല, അത് ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് ഈ പറയുന്ന പോലെ സുംബയുടെ ഹെഡ് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യാന്നല്ല നിവൃത്തിയില്ല. അവരാണ് അവിടുന്ന് അതിനുള്ള എന്താ പറയുക എന്ത് റിയാക്ഷൻ ആണെങ്കിലും ചെയ്യാറ്. പക്ഷെ നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉള്ളത് നമുക്ക് ശരിക്കും ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആരൊക്കെയാണ് സർട്ടിഫൈഡ് എന്നുള്ളത്. ഇപ്പൊ അതിനുള്ള സംവിധാനം നമുക്ക് zumba.com കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സുംബ നിങ്ങൾ സ്റ്റേജസിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് ഒരു ഡാൻസ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ഒരു പ്രദർശനം എന്ന രീതിയിൽ അത് സ്റ്റേജിലേക്ക് വരാറുണ്ടോ?
തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ സുംബയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരിക്കലും ഡാൻസ് അല്ല. നമ്മൾ ഈ മാരത്തോൺസ് പോണു അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസ് വരുമ്പോൾ ആസ് എ വാമപ്പ്, ഇപ്പൊ ഓടാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മളൊരു വാമപ്പ് ബോഡിക്ക് കൊടുക്കും. നമ്മളൊരു വ്യായാമത്തിലേക്ക് കടക്കുമ്പോൾ ബോഡിനെ ഒന്ന് അലേർട്ട് ചെയ്യും. സോ അങ്ങനെ ഒരുപാട് ഈ മാരത്തോൺസിൽ സുംബ വ്യായാമം ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ വാമപ്പ് ആയിട്ട് നമ്മൾ ഇഷ്ടം പോലെ ലൈക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ. മറ്റൊന്ന്, മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മൾ ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ അല്ലേ എന്ന് വിചാരിച്ച് അത് നോക്കി പഠിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് നോക്കി കണ്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സുംബ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു ട്രെയിനറുടെ അടുത്തല്ലാതെ വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ഒരിക്കലും ഒരു ഫുൾ കണ്ടന്റ് നിങ്ങൾക്ക് സുംബയിൽ കിട്ടില്ല. ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സുംബ എന്ന് പറയുന്നത് ഒരു തിരമാല പോലെയാണ്. അതിനൊരു ഇന്റൻസിറ്റി ലെവൽ ഉണ്ട്. ലൈക്ക് നമ്മൾ ലോ എന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോ, മീഡിയം, ഹൈ അങ്ങനത്തെ ആ ഒരു ലെവലിൽ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർനൽ ഇഞ്ചുറീസ് വരാം. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ലൈക്ക് ആൾക്കാർക്ക് ജനങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിലും ഒരു ഹെൽത്ത് കുറച്ചും കൂടെ അവെയർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സമൂഹം. ഞാൻ കൂടുതലും സ്ത്രീകളാണ് വരുന്നത് എന്ന് പറയുമ്പോൾ പുരുഷന്മാരും ആ രംഗത്തേക്ക് വരുന്നില്ല എന്നല്ലല്ലോ അല്ലേ? ഒരുപാട് പേര് പുരുഷന്മാരും ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുണ്ട്, ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഇങ്ങനെ സുംബ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നവരും ഉണ്ട് ഒരുപാട് പേര്. തീർച്ചയായിട്ടും ഉണ്ട്. സുംബ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, മെയിൽസിൽ തന്നെ ഈവൻ സുംബ വർക്ക്ഔട്ട് ചെയ്യുന്ന മെയിൽസ് ഉണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കൂടുതൽ ഫീമെയിൽസ് ആണ് പ്രിഫർ ചെയ്യുന്ന മെയിൽസിനെ കാട്ടിലും ഒരുപാട് മെയിൽസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ എല്ലാ പ്രായക്കാർക്കും സുംബ ചെയ്യാമെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാകുമ്പോൾ വർക്കൗട്ട് ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? അതെ, കാരണം നമുക്ക് കിഡ്സ് സുംബ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയും മാത്രം എന്താ പറയാ ഒരു ഇങ്ങനെ കൊറിയോ ചെയ്ത് വരുന്ന സോങ്സ് ഉണ്ട്. കുട്ടികളുടെ ആ ഒരു ഏജ് അനുസരിച്ചിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് സുംബ കൊടുക്കുന്നത്. ഒരിക്കലും നമുക്കൊരു ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് അല്ല, അവരെ ഹാപ്പി ആക്കുക, അവർക്ക് കുറച്ചുകൂടി ബോഡി ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. പിന്നെ കുട്ടികളുടെ മെയിൻ എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ആണ്. കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ള പിള്ളേരുമായിട്ട് ഒരു പോസിറ്റീവ് രീതിയിൽ ഇന്ററാക്ഷനും കൂടെ കൊണ്ടുവരാനാണ് നമ്മൾ കിഡ്സിന് സുംബ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വലിയവർക്ക് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു ഹൈ ഇന്റൻസിറ്റി ഇതിലേക്ക് പോയാലേ അവർക്ക് വെയിറ്റ് ലോസ് വരുള്ളൂ. സോ രണ്ട് രീതിക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക സുംബ. ഈ സുംബയ്ക്ക് പുറമെ മറ്റ് എക്സസൈസുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് സുംബ ചെയ്തുകൊണ്ട് തന്നെ ജിമ്മിൽ പോകേണ്ട, വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ സുംബ ചെയ്യണമെങ്കിൽ സുംബ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ഇറ്റ്സ് എ ഹോൾ ബോഡി വർക്ക്ഔട്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വരുന്ന സോങ്സ് തന്നെ നമ്മുടെ ഓരോ ബോഡി പാർട്സിനെ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഓരോന്നിനും അതിൻ്റെതായ ഇതുണ്ട്. അപ്പോ വേറൊരു വർക്കൗട്ടിന്റെ ആവശ്യമില്ല നമ്മൾ സുംബ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉറ്റുനോക്കുന്നു. കാരണം സ്കൂളുകളിലേക്ക് അത് വരുമ്പോൾ കൂടുതൽ അത് ജനകീയമാകും, പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് കുഞ്ഞുങ്ങളെത്തും. അതിനെ താങ്കൾ നേരത്തെ സ്വാഗതം ചെയ്തു. ഇങ്ങനെയുള്ള ആളുകൾ, ഇൻസ്ട്രക്ടേഴ്സ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയല്ലേ? കാരണം ഈ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ രംഗത്ത് ഒരു വലിയ സാധ്യത കൂടിയല്ലേ തുറന്നിടുന്നത് സർക്കാർ? തീർച്ചയായിട്ടും. കാരണം സുംബയെ മാത്രം നിത്യ വരുമാനമാക്കി കൊണ്ടുവന്ന ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. സോ അവർക്കൊക്കെ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ഓപ്പണിംഗ് തന്നെയാണ്. ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ലൈസൻസ് എടുത്തിട്ടും വെറുതെ ഇരിക്കുന്നവരുണ്ട്. സോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു സക്സസ് ആവണം എന്നാണ് തീർച്ചയായിട്ടും ഒരാഗ്രഹം. ശരി, എന്തായാലും റോമ, എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് സുംബയിലേക്ക് വരട്ടെ, തെറ്റിദ്ധാരണകളെല്ലാം മാറി കൂടുതൽ ആളുകൾ സുംബയിലേക്ക് വരട്ടെ. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.